ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാൻ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. 105 ക്വാണ്ടിറ്റി. ഫസ്റ്റ് ഇത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാനൊരു ട്രേഡ് എടുത്താണ്, അതിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്തേര്. ഞാനൊരു സ്ട്രാറ്റജി ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുത്താണ്. അടുത്തൊരു ട്രേഡാണ് ഇപ്പോൾ ഒരു 105 ക്വാണ്ടിറ്റി, അത് കഴിഞ്ഞ് ഒരു 35 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഓവറോൾ ഒരു 140 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഗ്രീനിൽ റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമ്മളുടെ എൻട്രിയും എക്സിറ്റും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഞാൻ വയ്ക്കുന്നതല്ല കേട്ടോ, ഞാൻ വോളിയം ചെക്ക് ചെയ്യാറില്ല. വോളിയത്തിൻ്റെ ചാർട്ടാണ്. വോളിയത്തിൻ്റെ ചാർട്ടിനെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ സ്റ്റിക്ക് ഫ്രെയിമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഒരു 1000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമ്മളുടെ ഒരു എൻട്രി പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഒരു എൻട്രി പോയിൻറ്റ്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി നമ്മൾ വയ്ക്കുന്ന അതിൽ കൂടുതൽ പോകാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ വലിയ ഗ്രീഡ്നെസ് കാണിക്കുന്നില്ല. നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം അല്ലെങ്കിൽ നമ്മളെപ്പോഴും വയ്ക്കുന്ന പ്രകാരം നമ്മളുടെ ഒരു ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു 50 ആണ്. അപ്പോൾ ഒരു 476 ആയിരിക്കും നമ്മളുടെ ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ജസ്റ്റ് ഒരു 50 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച്, ഏകദേശം സ്പോട്ട് വൈസ് പറയുമ്പോൾ ഏകദേശം ഒരു 25-26 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ചായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൂടെ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. ജസ്റ്റ് ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. 2000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു 2800 ഓവറോൾ ഒരു 2800 പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഏതായാലും 58,700 കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്ത് 140 ക്വാണ്ടിറ്റി. ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് കിട്ടിയത് 426.77 ഇപ്പോൾ ഒരു 441 റേഞ്ചിൽ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളൊരു 476 നമ്മളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് കൊടുത്തിടാം. നമ്മളുടെ 426 ആണ്. അപ്പോൾ ഒരു 401 ട്രിഗർ വന്നിട്ട് ഒരു 402 കൊടുക്കാം. എപ്പോഴും ട്രിഗർ പ്രൈസ് കൊടുത്ത് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഹിറ്റ് ചെയ്യാതെ വരുന്ന സ്റ്റോപ്പ് ലോസസ് ട്രിഗർ പ്രൈസ് കൊടുത്തിട്ട് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. ചെറിയൊരു പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ കാണിക്കുന്നില്ല. ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലിയെ മാറ്റി 5 മിനിറ്റ്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചിരുന്ന പോയി. ജസ്റ്റ് ഒന്ന് വോളിയത്തെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളുടെ എൻട്രി പോയിൻറ്റും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ജസ്റ്റ് ഒന്ന് എഗെയിൻ ഒന്ന് പ്ലോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മളുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ് എൻട്രി. ടാർഗറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു 50 പോയിൻറ്റ്സിൻ്റെ, അപ്പോൾ 476 ആണ്. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു 15 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. 476. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 25 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. ഇപ്പോൾ ഒരു 2300 2400 അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 3000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ്, മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് നമ്മളുടെ ടാർഗറ്റ് ഏരിയയുടെ അടുത്ത് എത്തുവാണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് ടാർഗറ്റ് പ്ലേസ് ചെയ്യാം. ഇനി അതല്ല മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാം. ഈ ഒരു ട്രേഡിൽ ഞാൻ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യുന്നില്ല ട്രേഡേഴ്സ്. കാരണം ഇതെനിക്ക് അത്യാവശ്യം താഴത്തോട്ട് വന്നാൽ കൂടി ഒരു അപ്സൈഡ് ചെയ്യും, മൊമെൻറ്റം നടക്കുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു ട്രേഡാണ്. അതുകൊണ്ടാണ് ട്രെയിൽ ചെയ്യാത്തത്. ഈ ഒരു ഗ്രീൻ ലൈനെ ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രീൻ ലൈനാണ് നിങ്ങൾക്കൊരു വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഡ്രോ ചെയ്ത്. ഈ ഗ്രീൻ ലൈൻ ആയിരിക്കും നമ്മളുടെ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 3000 പ്ലസിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഒരു ഓവറോൾ നമ്മളിപ്പോൾ ഒരു 3600 പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്, വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാവേ.
മാർക്കിൽ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നമ്മളൊരു 7,000+ൻ്റെ 7,294ൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. 58,700ൻ്റെ കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. നമുക്ക് ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടി ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ സ്പോട്ടിൻ്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇന്ന് മാർക്കറ്റ് രാവിലെ തുടങ്ങിയതിന് ശേഷം ഒരു ഫോൾ ഉണ്ടായി. റെഡ് ക്യാൻഡിൽ വന്നതിന് ശേഷം മാർക്കറ്റ് താഴത്തോട്ടാണെന്ന് കാണിച്ചുകൊണ്ട് ജസ്റ്റ് മേളിലേക്ക് താഴത്തേക്ക് ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മേളിലേക്ക് പോകാൻ ശ്രമിക്കുമായിരുന്നു. ജസ്റ്റ് ഇവിടെ വന്നപ്പോഴും ഈ ഒരു ഏരിയ എത്തിയപ്പോഴേ എനിക്ക് കൺഫേം ആയിരുന്നു ഇനിയിപ്പോൾ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ആയിരിക്കും ചെയ്യുക എന്ന്. അപ്പോൾ ഞാനൊരു ഡിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഡിപ്പ് വന്ന് ഈ ഒരു പോർഷനൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് ഇച്ചിരിയും കൂടെ താഴത്തേക്ക് കിട്ടുവാണെങ്കിൽ എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഒരു 11-15 എക്സാക്ട്ലി 11-15 എന്ന് പറയുമ്പോൾ ക്യാൻഡിൽ എക്സാക്ട്ലി ഈ ഒരു ഹാമർ ക്യാൻഡലിൻ്റെ ഈ ഒരു ഹാമർ ക്യാൻഡലിൻ്റെ ലോ ഫോം ആവുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ട്രേഡ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ലോ ആവുന്ന സമയത്ത് നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തു. അവിടുന്ന് കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ആയിരുന്നു. ഒരു സിംഗിൾ ടൈം പോലും നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് മാർക്കറ്റ് പോയില്ല. ഏകദേശം ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും ആയിരുന്നു നമ്മൾ വെച്ചത്. ഈ ഒരു ഏരിയയിലായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചത്. ടാർഗറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വയ്ക്കാറുള്ള പോലെ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ആയിരുന്നു വെച്ച് 12 മണിയായപ്പോൾ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇതായിരുന്നു ഓവറോൾ ഇന്നത്തെ ട്രേഡും ലോജിക്കും. താങ്ക് യു.